ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ ഒരു മുന്നത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ട് ഒരു ഫേസ് മാസ്ക് കാട്ടണം എൻ്റെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു. ആ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് +2 കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷമാണെന്ന്. ആ സാധനം ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ചേഞ്ചസ് ആവുന്നത്. നല്ലപോലെ ബ്രൈറ്റനായി, നല്ലപോലെ ടാൻ റിമൂവ്, നല്ലപോലെ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ടാൻ മൊത്തം റിമൂവ് ആയിപ്പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സ്കിന്നുണ്ടായിരുന്നത്. എൻ്റെ സ്കിന്നിന് മുന്നുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാവശ്യം ഗ്ലാമിഗങ്ങയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം വാങ്ങണേ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നീ ചെയ്യ് നിൻ്റെ ഫേസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്, നീ ഇത് യൂസ് ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഈ ക്രീം വാങ്ങിയത്. ഈ ക്രീം വാങ്ങിയതിന് ഞാൻ ഇതുവരെയായിട്ട് ഒരു റിഗ്രഷൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഫേസിൽ ഇവരെന്തൊക്കെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഒരു 90% അല്ല, ഒരു 75%, ഒരു 85% ഈ ക്രീം അത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ടാൻ അടിച്ചതിനൊരു ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണ ഇടയ്ക്ക് ഒരു 1% ടാൻ എൻ്റെ മുഖത്തിന് ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാം. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തതാണ് ആ സംഭവം. ആദ്യമായിട്ട് യൂസ് ചെയ്തത് വൻ സക്സസ് ആയിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ എന്തിടണമെന്നും ഈ ഞാൻ പറയുന്ന എല്ലാ സംഭവത്തിൻ്റെയും ട്രെൻഡ് കഴിഞ്ഞു പോയതാണ്. എല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ ഇടാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. അതുമാത്രമല്ല ഞാൻ യൂസ് ചെയ്തത് ഇപ്പോഴാണല്ലോ. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ക്രീമോ അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ ഞാനൊരു ഫേസ് വാഷ് ഇട്ടിട്ട് പോലും ഫേസ് കഴുകണ ആളെയല്ല. ഇപ്പമല്ല, ഇതിനു മുന്നേ ഫേസ് വാഷേ യൂസ് ചെയ്യില്ല. ഞാൻ ആകെ ഹോസ്റ്റലിൽ കൊണ്ടുവരുന്നത് ഒരു സോപ്പായിരുന്നു. അതെനിക്ക് ആവശ്യമുള്ളൂല്ലോ. അപ്പോൾ ഞാൻ അതായിരുന്നു കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഇതാണ്. ഇതും എനിക്ക് ആ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് ഇത് യൂസ് ചെയ്യുന്നൊക്കെ. ഇത് ഭയങ്കര നല്ല സാധനമായിരുന്നു. എന്തുട്ടാണ്, ഭയങ്കര ഡ്രൈ ആക്കും. ഇതൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആക്കും. പക്ഷേ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസർ ഇടും. അതിൻ്റെ ഒരു നല്ല ഹൈഡ്രേറ്റ്, നല്ല ഗ്ലോ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഫേസ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകാനൊട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് മോയ്സ്ചറൈസർ. അല്ലെങ്കിൽ വരണ്ടിട്ട് നമ്മുടെ ഫേസൊക്കെ ഡെസേർട്ടായി പോകും ഗൈസ്. അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ പോൺസിൻ്റെ ഈ സാധനം. ഇതും നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും. എൻ്റെ ഫേസ് ഗ്ലോ ആയിട്ട് നിൽക്കാൻ ഏറ്റവും മസ്റ്റ് സാധനം തന്നെയായിരുന്നു ഗൈസ്. അത് ഞാൻ യൂസ് ചെയ്ത ക്രീം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാനിതിൻ്റെ യൂസ് കേട്ടപ്പോൾ തന്നെ, ഗ്ലാമിഗങ്ങി ഇതിൻ്റെ യൂസ് പറയണത് കേട്ടപ്പോൾ തന്നെ ഞാനിത് വാങ്ങും എന്നുറപ്പിച്ചിട്ട് യൂസ് മാത്രം കേട്ടുള്ളൂ. അപ്പോൾ തന്നെ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പോയി ഗൈസ്. അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് ആ ചേട്ടൻ ചോദിച്ച് ഏതെങ്ങാണ്ടൊക്കെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ട് ഇതിനകത്ത് ഏതാ വേണ്ടതെന്ന് വെച്ച്. എനിക്കിതെല്ലാവരും അറിയൂ. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അതും ഒരു നീല കളറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ചേട്ടൻ ഇതെടുത്ത് തന്നത്. സാധനം സെയിം തന്നെയായിരുന്നു. യൂസ് ചെയ്ത് എൻ്റെ റൊട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫേസ് വാഷ് ഇട്ടിട്ട്, ഈ മാമാർത്തിൻ്റെ റൈസ് ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുഖം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടാൻ മറക്കില്ല. മോയ്സ്ചറൈസർ ഇട്ടിട്ട് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും. എപ്പോഴും ഫേസ് നല്ല ചുക്ക് ആയിട്ട് വയ്ക്കും. എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കാറേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു രാത്രി ആകുമ്പോൾ ഞാൻ പിന്നെയും പോയി ഫേസ് വാഷ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് ഈ ക്രീം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ മോയ്സ്ചറൈസർ ഇടണം. അങ്ങനെയായിരുന്നു ഈ ക്രീം യൂസ് ചെയ്യേണ്ടത്. സാൻഡ്വിച്ച് പരുവത്തിൽ മോയ്സ്ചറൈസർ, ക്രീം, മോയ്സ്ചറൈസർ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കുറേ ഒന്നും എടുത്തിട്ട് മുഖത്തൊന്നും തയ്ക്കാൻ പാടില്ല. ഒരു ഒരു പൊട്ടുപോലെ ഒരു എമൗണ്ട് എടുത്തിട്ട് അതിങ്ങനെ ഡോട്ടിട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ടിട്ട് കഴുത്തിൽ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഇത് വേറെ ആയിട്ട് ഇരിക്കും ഗൈസ്. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞു ഡോട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതിങ്ങനെ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദിവസം രാവിലെ വയ്ക്കുമ്പോൾ എഗെയിൻ ഞാൻ പോയി മുഖം കഴുകും, ഫേസ് വാഷ് ഇട്ട് മസാജ് ചെയ്ത് മുഖം കഴുകും, മോയ്സ്ചറൈസർ ഇട്ട് വയ്ക്കും. ഏറ്റവും മസ്റ്റായിട്ടുണ്ടായിരുന്നത് ഞാൻ എപ്പോഴും ഞാനൊന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്യായിരുന്നല്ല. ആദ്യം ഞാൻ വാങ്ങിയ സൺസ്ക്രീൻ എന്ന് പറയും അതെൻ്റെ അമ്മ നിർബന്ധിച്ച് വാങ്ങിയതിൻ്റെ പേര് മാത്രം ഞാൻ വാങ്ങിയതാണ്. അതൊരു വൈറ്റ് കാസ്റ്റ് അടിച്ചിട്ട് ഇതിനെക്കാട്ടൊക്കെ വെളുപ്പായിരുന്നത്. പക്ഷേ എന്നാലും ഭിത്തിയിലൊക്കെ അടിക്കണം പെയിൻറ്റിനെക്കാട്ടും വെളുപ്പായിരുന്നു ഗൈസ് വൈറ്റ് കാസ്റ്റ് അടിച്ചിട്ട്. അവസ്ഥ. എന്നിട്ടാണ് ഞാൻ പിന്നെ വേറെ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സൺസ്ക്രീൻ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ ചെയ്തൊക്കെ കേട്ടപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ 3 ഐറ്റങ്ങൾ അതെന്നെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത സംഭവങ്ങൾ. ഈ 3 സാധനങ്ങൾ അതെൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഒരു 7 ദിവസത്തിനൊക്കെ
ഉള്ളിൽ തന്നെ എൻ്റെ ഫേസിന് ഭയങ്കരമായിട്ട് ബ്രൈറ്റായി തുടങ്ങി, എൻ്റെ ടാനൊക്കെ മാറി തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എൻ്റെ ടാൻ മാറിയതോ എൻ്റെ ഇതൊക്കെ മാറിയതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ഫ്രണ്ട്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഗ്ലോ ചെയ്ത് തുടങ്ങി, നിൻ്റെ നല്ല രസമായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അയ്യോ അയ്യോ നല്ല രസമുണ്ട് നിറൊട്ടിട്ട് കവളത്തൊക്കെ പിടിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ 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 ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പോഴും എൻ്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കുറച്ച്. ഇതിനൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതിനകത്ത് പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ 70% ഇല്ലാണ്ടായി. പിന്നെ ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഫേസിലുള്ളത്. അത് ഞാൻ വേറൊരു ക്രീം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ റിസൾട്ട്. പക്ഷേ ഈ 3 ഐറ്റം അയ്യോ, ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സാധനമാണ്. വേറെ ഒന്നും യൂസ് അറിയാത്തതുകൊണ്ടാണെന്നൊന്നും വെച്ചിട്ടല്ല. ഈ 3 സാധനം ഭയങ്കര ഇതായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ആട്ടിത്തരാം, എന്നാലും മനസ്സിലാവുള്ളൂ. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു ഗൈസ്. ഇത് ഞാൻ കറക്റ്റ് റൊട്ടീൻ ഞാൻ 2 ആഴ്ച ഒന്നും എടുത്തില്ല മാറാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചയുടെ ആയപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഞാൻ 3 ഫോട്ടോസ് കാട്ടിത്തരാം. ആ 3 ഫോട്ടോസിലൊരു ആദ്യത്തെ ഫോട്ടോ ആണ് ഞാൻ യൂസ് ചെയ്യണതിന് മുന്നേ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്ന്. ചെയ്ത് കഴിഞ്ഞൊരു 3 ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെയായി മാറി. അത് കഴിഞ്ഞൊരു 2 ആഴ്ച ആയിട്ടില്ല, 2 ആഴ്ച ആവണതിന് മുന്നേ ഒരു 10 ദിവസമോ 11 ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്കിൻ ഇങ്ങനെയായി. ഭയങ്കര ഗ്ലോ എന്ന് വെച്ചാൽ അത് ഞാൻ വെള്ളം മുഖം ഒഴിച്ച് കഴുകിയിട്ട് അപ്പം തന്നെ വന്നിരിക്കണതും അല്ല, മോയ്സ്ചറൈസർ ഇട്ട് അപ്പം തന്നെ വന്നിരിക്കണതും അല്ല ഗ്ലോ കാണാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നോർമലി എടുത്തൊരു ഫോട്ടോ ആണ്, ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ വെളുത്തു, നല്ല രസം വെച്ചു എന്നൊക്കെ. എനിക്ക് ആദ്യം. അപ്പം ശരി, ബൈ.